അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെയധികം ജനങ്ങൾ പ്രവർത്തിച്ച് ഫലം നേടിയതും തലമുറകളായി മറ്റുള്ളവർക്ക് പകർന്നു നൽകപ്പെട്ടതുമായ ഒരു അറിവിനെക്കുറിച്ചാണ്. ഈ വീഡിയോ കാണുകയും ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഗുണവും രക്ഷയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ മഹത്വമേറിയ ഒരു ആയത്തിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ആഗ്രഹത്തിനൊത്തൊരു വീട്, അരുമ സന്താനങ്ങൾ, അവരുടെ പഠനം, ഇഷ്ടമുള്ള ജോലി, വിവാഹം, അങ്ങനെ ജീവിതത്തിലെ ഒട്ടനവധി കാര്യങ്ങൾ റബ്ബ് നിങ്ങൾക്ക് എത്രയും വേഗം സാധിച്ചു തരുന്നതാണ് ഈ ഒരു ആയത്ത് ഓതുന്നതിലൂടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. മനസ്സുറച്ച് നിയ്യത്ത് ചെയ്ത് എൻ്റെ റബ്ബ് എനിക്കിത് നൽകും എന്ന് മനസ്സുറച്ച് നിയ്യത്ത് ചെയ്യണം. അല്ലാതെ സംശയത്തിൻ്റെ പേരിലോ പരീക്ഷിക്കാൻ വേണ്ടിയോ നിങ്ങളിത് ചെയ്ത് നോക്കാൻ നിൽക്കണ്ട. മനസ്സുറച്ച് നിയ്യത്ത് ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ചോദിച്ചുകൊണ്ട്, നമ്മുടെ ആവശ്യം ചോദിച്ചുകൊണ്ട് ഈ ആയത്തിനെ തുടങ്ങി വെക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സ് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ആയത്ത് ചൊല്ലിത്തീർക്കാൻ പറ്റുന്നതാണ്. പാരായണം ചെയ്യുവാനും മനഃപ്പാഠമാക്കുവാനും യാതൊരുവിധ പ്രയാസവുമില്ലാത്ത ആയത്താണ് ഇത്. ഈ ആയത്തിനെക്കുറിച്ച് അറിവില്ലാത്ത ആരും തന്നെ ഉണ്ടാകാനിടയില്ല. ആയത്തിനെക്കുറിച്ച് അറിവില്ലാത്തതും ഈ ആയത്ത് മനഃപ്പാഠമല്ലാത്തതുമായ വ്യക്തികൾ കുറവായിരിക്കും. ഈ ഒരൊറ്റ ആയത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് വന്നു ചേരുന്നത്. കടം വീട്ടപ്പെടും, ഭക്ഷണ വിശാലതയുണ്ടാകും, ശത്രുശല്യം തടയപ്പെടും, ആഗ്രഹിച്ച വിവാഹബന്ധം നടന്നു കിട്ടും, ആഗ്രഹിച്ച ജോലിയിലെത്തിപ്പെടാൻ കഴിയും, വീട് വാങ്ങിക്കാൻ കഴിയും. അങ്ങനെ വേണ്ട ധൂർത്തില്ലാത്ത എന്താവശ്യവും, ധൂർത്തിന് വേണ്ടിയല്ലാത്ത എന്താവശ്യങ്ങളും റബ്ബ് നമുക്ക് സാധിച്ചു തരും. ധൂർത്തടിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ആരും ഇത് ചൊല്ലാൻ നിൽക്കണ്ട. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് തരിക. ജനങ്ങൾക്ക് മുന്നിൽ സ്ഥാനമുണ്ടാകും, അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകും, ദുസ്വപ്നങ്ങളിൽ നിന്ന് ഒഴിവാകും. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഏതായത്താണെന്ന് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അതെ, ആയത്തുകളുടെ നേതാവായ ആയത്തുൽ കുർസിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മികച്ച ആയത്തുകളിലൊന്നാണ് ആയത്തുൽ കുർസി. അല്ലാഹു തആലയുടെ പവർഫുള്ളായ നാമങ്ങൾ ഇതിൽ വരുന്നത് കൊണ്ടാണ് ആയത്തുൽ കുർസി ആയത്തുകളുടെ നേതാവ് ആയത്. 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ആയത്ത് അവതരിക്കപ്പെട്ടതെന്നും പറയപ്പെടുന്നു. ഹലാലായതും ഖൈറുള്ളതുമായ എന്താഗ്രഹവും എൻ്റെ റബ്ബ് എനിക്ക് തരും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആയത്തുൽ കുർസി 313 തവണ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഓതിത്തീരേണ്ട താമസം നമുക്കത് സാധിച്ചു നൽകും നമ്മുടെ റബ്ബ്. ആഗ്രഹം ചെറുതാകട്ടെ വലുതാകട്ടെ, ആവശ്യം എന്തു തന്നെയായാലും റബ്ബിനോട് ചോദിച്ചാൽ, ആയത്തുൽ കുർസി കൊണ്ട് ചോദിച്ചാൽ റബ്ബ് അത് നമുക്ക് വീട്ടിത്തരിക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി. വുളൂഇന് ശേഷം ആയത്തുൽ കുർസി ചൊല്ലിയാൽ അല്ലാഹു തആലയുടെ അടുക്കൽ 70 ദറജ, അതായത് 70 സ്ഥാനം ഉയർത്തപ്പെടും. ഉറങ്ങുന്നതിന് മുമ്പാണ് ഒരു വ്യക്തി ആയത്തുൽ കുർസി ചൊല്ലുന്നത് എങ്കിൽ ആ വ്യക്തി ദുസ്വപ്നങ്ങളിൽ നിന്നും സംരക്ഷിതനായിരിക്കും. അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഏർപ്പെടുത്തും അദ്ദേഹത്തിന് സംരക്ഷണം നൽകുവാൻ വേണ്ടി. ഇനിയിപ്പോൾ ഫർള് നിസ്കാരത്തിന് ശേഷമാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിലോ സ്വർഗത്തിൽ കടക്കാൻ പിന്നെയുള്ള തടസ്സം മരണം മാത്രമാണ്. പരീക്ഷിച്ചു നോക്കാം എന്ന മനസ്സോടുകൂടി ആരും ചെയ്യരുത്. നമ്മൾ ഉറച്ച മനസ്സോടുകൂടി നമ്മുടെ റബ്ബിൽ നമുക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നമ്മൾ ചോദിച്ചാൽ നമ്മുടെ റബ്ബ് നമുക്കത് തരും എന്ന വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് പെട്ടെന്ന് ഫലമുണ്ടാവുകയും ചെയ്യും. കടം കൊണ്ട് വീർപ്പ് മുട്ടിയവരായിരിക്കാം, ചിലപ്പോൾ മക്കളെ കൊണ്ടായിരിക്കും വീർപ്പ് മുട്ടിയിട്ടുണ്ടാവുക.
ചിലപ്പോൾ കച്ചവടം മെച്ചപ്പെടാത്തതിൻ്റെ വിഷമത്തിലായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ശരിയാകാത്തതിൻ്റെ, അല്ലെങ്കിൽ നല്ലൊരു വിവാഹം ശരിയാകാത്തതിൻ്റെ, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ നമ്മുടെ റബ്ബിനോട് ആത്മാർത്ഥമായി നിയ്യത്ത് വെച്ചുകൊണ്ട് 313 തവണ ആയത്തുൽ കുർസി ചൊല്ലാം. അതല്ല എന്നുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 170 തവണ നമുക്ക് ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. ഈ 2 രീതിയിൽ ചെയ്തിട്ട് റബ്ബിനോട് ദുആ ചെയ്താലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്നതാണ്. ആയത്തുൽ കുർസിയുടെ ഗുണഗണങ്ങൾ ഇതിലും അപ്പുറം ഒരുപാടുണ്ട്. ഫലകങ്ങളിൽ എഴുതിയ ആയത്തുൽ കുർസി നമ്മുടെ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുക മാത്രമല്ല, അത് പാരായണം ചെയ്യപ്പെടുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ വീട്ടിന് ബർക്കത്ത് വന്നു ചേരുന്നത്. അത് ആരും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് യാതൊരുവിധ മടിയും കൂടാതെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുവാനും അത് മനഃപ്പാഠമാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇങ്ങനെയുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അറിവുമായി എത്തും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.